സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ലഭിച്ച കായംകുളം പുതുപ്പള്ളി വടക്ക് ഗണേഷ് ഭവനത്തിൽ കലാമണ്ഡലം ഗഗന ഗണേഷിനെ നൂപുരധ്വനി നൃത്തക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും ചേർന്ന് അനുമോദിച്ചു. അനുമോദന യോഗം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ലഭിച്ച കായംകുളം പുതുപ്പള്ളി വടക്ക് ഗണേഷ് ഭവനത്തിൽ കലാമണ്ഡലം ഗഗന ഗണേഷിനെ നൂപുരധ്വനി നൃത്ത ക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് അനുമോദിച്ചു. കേരള കലാമണ്ഡലത്തിൽ നിന്നും മോഹിനിയാട്ടത്തിൽ ബിരുദം നേടിയ ഗഗന ഗണേഷ് നിലവിൽ കലാമണ്ഡലത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനി കൂടിയാണ്. മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് എടുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഗഗന പറയുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ആദരവ് കിട്ടിയതിൽ. ഇത്രയും നാളും ഞാൻ 8ാം ക്ലാസ് മുതലോടെ പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പം ഈ ഒരു പഞ്ചായത്തിൽ നിന്നിട്ടുള്ള ആദ്യത്തെ ആദരവാണ് എനിക്കിത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ 8ാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ PG ഫസ്റ്റ് ഇയർ ചെയ്യുന്നു. അപ്പോൾ വജ്ര ജൂബിലി ഫെലോഷിപ്പിൽ ഒരു അംഗമാകാൻ പറ്റി. ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവസരം എനിക്ക് കിട്ടിയത്. അപ്പം ദൈവത്തിനും എൻ്റെ പേരൻസിനും എല്ലാവർക്കും നന്ദി. ഗ്രാമപഞ്ചായത്ത് അംഗം ചിത്രലേഖയുടെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന യോഗം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ പ്രിയപ്പെട്ട ഗഗന ഗണേഷ് ആ നൃത്തത്തിൽ വലിയ ലക്ഷ്യത്തോടു കൂടി ആ ലക്ഷ്യത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഡിഗ്രി ചെയ്യുകയും 8ാം ക്ലാസ് മുതൽ പഠിച്ച് ഡിഗ്രി ചെയ്യുകയും ഇപ്പോൾ PGക്ക് അവിടെ തന്നെ അഡ്മിഷൻ കിട്ടുകയും മോഹിനിയാട്ടത്തിൽ PhDക്ക് വേണ്ടിയുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ആ സമയത്ത് സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കിട്ടിയെന്നറിഞ്ഞതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. കലാമണ്ഡലം ഗഗന ഗണേഷിനെ ദേവികുളങ്ങര പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ ഗഗന ഗണേഷ് ഒരു നൃത്ത വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ട്. നൂപുരധ്വനി നൃത്തക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു നൃത്ത വിദ്യാലയം. നമുക്കറിയാം ഒത്തിരി നൃത്ത വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ കലാമണ്ഡലത്തിൽ പഠിച്ച് വിദ്യാർത്ഥി ആ പഠനം കഴിഞ്ഞ് ഒരു നൃത്ത വിദ്യാലയം ആരംഭിക്കുമ്പോൾ ആ കലാമണ്ഡലത്തിൽ പഠിച്ചതിൻ്റെതായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും അതിനുണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് നമുക്കറിയാം നൃത്തങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ദൂരെയൊക്കെ പോകണമായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളുകളിൽ പഠിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു നൃത്തങ്ങൾ. പക്ഷേ ഇന്ന് ഗഗന ഗണേശെ പോലുള്ളവർ പഠിച്ചു വരുന്നതിന്റെ ഫലമായി നമ്മുടെ നാട്ടിൽ നൃത്ത സ്കൂളുകളൊക്കെ വരികയും നമ്മുടെ കുട്ടികൾക്ക് ചെലവ് കുറഞ്ഞ തരത്തിൽ പഠിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകുക. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ചെലവ് ഭയങ്കരമാണ് നൃത്തങ്ങൾ പഠിക്കുന്നതിനും അല്ലേ. ഒരുപക്ഷെ ഗഗന ഗണേഷ് അങ്ങനെ ചെലവ് കൂടിയ നൃത്തം പഠിച്ചു വന്ന ആളാണ്. പക്ഷേ ഗഗന ഗണേഷ് ഇപ്പം ചെലവ് കുറച്ച് നൃത്തം പഠിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ 17 പേർ ഏറ്റവും പ്രായം കൂടിയ ആൾ മുതൽ നമ്മുടെ ഡെന്റൽ ഡോക്ടർ വരെ ഇന്ന് നൃത്തം പഠിക്കാൻ അവസരമുണ്ടായത് ഗഗന ഗണേഷ് ഈ നൃത്ത വിദ്യാലയം തുടങ്ങിയതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇപ്പം ഫെലോഷിപ്പ് കിട്ടി നമുക്ക് കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഗഗന ഗണേഷ് വളരുവാനും നമ്മളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ആയിരിക്കുന്ന PG വിദ്യാർത്ഥി ഗഗന ഗണേഷിന് ആ ലക്ഷ്യമായിട്ടുള്ള മോഹിനിയാട്ടത്തിൻ്റെ ഡോക്ടറേറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള അവസരം അതുണ്ടാകും, ഒരു തർക്കവുമില്ല. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ദേവികുളങ്ങര പഞ്ചായത്തിന് തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ഗഗന ഗണേഷ്. ഇന്നിപ്പോൾ നല്ല അഭിമാനത്തോടു കൂടി തന്നെ നമ്മുടെ ഇവിടെ നൂപുരധ്വനി നൃത്തക്ഷേത്ര എന്ന ഒരു വിദ്യാലയം കൂടി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പറയാനുള്ളത് ഇവിടെ 17 വിദ്യാർത്ഥികൾ ഉണ്ട്. അപ്പോൾ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾക്ക് നൃത്തം പഠിക്കാനെന്നും കൂടിയുള്ള ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലായി. കുഞ്ഞുമക്കളെല്ലാവരും തന്നെ നല്ല രീതിയിൽ നൃത്തം പഠിച്ച് ഗഗന ഗണേഷിന് ലഭിച്ച അംഗീകാരം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കണം. അപ്പം നല്ല രീതിയിൽ തന്നെ നൃത്തം തുടരുക. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K. രാജു സ്വാഗതം പറഞ്ഞു. ഗണേഷ്, രമേശ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. പുതുപ്പള്ളി ഗണേഷ് ഭവനത്തിൽ ഗണേഷിന്റെയും ജിഷ ഗണേഷിന്റെയും മകളാണ് ഗഗന. ജുഗ്നു ഗണേഷ് ഏക സഹോദരനാണ്. CDNet ന്യൂസ്, കായംകുളം.